വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന ഏകദേശം ഒരു 3000 രൂപ അല്ലെങ്കിൽ ഒരു 5000 രൂപയ്ക്കുള്ളിൽ തുടങ്ങാൻ പറ്റുന്ന ചെറിയൊരു ബിസിനസിനെ പറ്റിയാണ് പറയുന്നത്. ഈ ബിസിനസ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാം. വലിയ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് ആ ബിസിനസ് ഐഡിയ എന്താണെന്ന് പറഞ്ഞു പോവുകയാണ്. 100% നാച്ചുറൽ ആയിട്ടുള്ള, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് 100 മുതൽ 200% വരെ ലാഭം ലഭിക്കാവുന്ന പ്രോഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മസ്റ്റായിട്ട് ചെയ്യുക, കമന്റ് മസ്റ്റായിട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്താണ് ബിസിനസ്? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലവേർഡ് ടീ പൗഡർ ആണ്. തേയില തന്നെയാണ്, അത് ഫ്ലവേർഡ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ തേയില ഇല്ലെങ്കിൽ നമ്മളുടെ ഗ്രീൻ ടീ, അതിലേക്ക് ചില ഫ്ലേവറുകൾ മിക്സ് ചെയ്ത് മറ്റൊരു പ്രോഡക്റ്റ് ആക്കി നമ്മൾ റീപാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കതിനകത്ത് മിക്സ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ കാർഡമം, ഏലക്ക ചെയ്യാൻ പറ്റും, ഇഞ്ചി ചെയ്യാൻ പറ്റും, മസാല ചെയ്യാൻ പറ്റും, മിന്റ്, പുതിന അത് കൊടുക്കാൻ പറ്റും. ഏത് ഫ്ലേവർ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പറ്റും. ഇതിന്റെ എല്ലാം മിക്സ് വേണമെങ്കിൽ ചേർക്കാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഇത് വേണ്ടത് എന്ന് നോക്കാം. നമുക്ക് ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. 1 കിലോ ചായപ്പൊടി, ഡസ്റ്റ് ഓർ ലീഫ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. രണ്ടാമത്തത് വേണ്ട നമുക്ക് ഏലക്കാപ്പൊടി. ഈ 1 കിലോയ്ക്ക് 5 ഗ്രാം ഏലക്കാപ്പൊടി മതിയാകും. ഇനി വേണ്ടത് നമുക്ക് ചുക്കുപൊടിയാണ്, ഡ്രൈ ജിഞ്ചറിന്റെ പൊടിയാണ്. അത് വേണ്ടത് ഈ 1 കിലോയ്ക്ക് വേണ്ടത് 10 ഗ്രാം ആണ്. ഇനി നമുക്ക് ഒന്നുകിൽ ലെമൺ എസൻസ് ഇല്ലെങ്കിൽ മിന്റ് എസൻസ് വേണം. അത് വളരെ ചെറിയ ക്വാണ്ടിറ്റി മതിയാകും. അത് 1-2 ഡ്രോപ്പ് മതിയാകും ഇതിലേക്കായിട്ട്. ഇത്രയും സാധനം മതി. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് റെഡിയായി. പിന്നെ ഇത് പൗച്ചസ്, നമുക്ക് പാക്കിംഗ് പൗച്ചസിലാണ് ഇത് പാക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന്റെയൊക്കെ റേറ്റിന്റെ ഒരു ഐഡിയ ഞാൻ തരാം എന്നുള്ളതേ ഉള്ളൂ. മാർക്കറ്റ് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് സാധാരണ ചായപ്പൊടി കിട്ടുന്നത് ബൾക്കായിട്ട് കിട്ടുമ്പോൾ ഏകദേശം ഒരു 380-400 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഏലക്കാപ്പൊടി വരുമ്പോഴത്തേക്ക് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. ബട്ട് അത് പൊടിയായിട്ട് വാങ്ങിക്കാതെ നമ്മൾ ഏലക്ക വാങ്ങി അത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഏലക്കാപ്പൊടിയാണ് വാങ്ങുന്നതെങ്കിൽ ഏകദേശം ഒരു 1500 രൂപയ്ക്ക് മുകളിൽ പെർ kg വില വരുന്നുണ്ട്. ഇനി ചുക്കുപൊടി വരുമ്പോൾ ഏകദേശം 400 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. കിലോ വിലയാണ് പറഞ്ഞത്. പിന്നെ നമ്മളുടെ ലെമൺ എസൻസോ മിന്റ് എസൻസോ ഏതാണെങ്കിലും അത് 1200 രൂപയ്ക്ക് മുകളിൽ പെർ ലിറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പൗച്ചിങ് പാക്കറ്റ് ആണ്, അത് ഏകദേശം ഒരു 2 രൂപയുടെ അടുത്ത് നമുക്ക് അതും വരും. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എത്ര രൂപ വരുന്നുണ്ടെന്നുള്ളത്. ഒരു ഐഡിയ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുക. അതിനുശേഷം പാക്ക് ചെയ്യുക. 50 ഗ്രാം, 100 ഗ്രാം, 250 ഗ്രാം പൗച്ചുകളാക്കി വേണം നിങ്ങൾ പാക്ക് ചെയ്യാനായിട്ട്. ഇതെവിടെ വിൽക്കാൻ പറ്റും എന്ന് നോക്കാം. ഏറ്റവും മെയിൻ ആയിട്ട് ടീ ഷോപ്സ് ആണ്. ഒരുപാട് ചായക്കടകളുണ്ട്. ഈ ചായക്കടകളിൽ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ അവർ റിപ്പീറ്റ് ചെയ്ത് മേടിച്ചോളും. പിന്നെ കഫേസ്, അതിനും പഞ്ഞമൊന്നും കേരളത്തിലില്ല. രണ്ടാമത് ഈ പ്രോഡക്റ്റ് വിൽക്കുന്ന ഓർഗാനിക് സ്റ്റോറുകളുണ്ട്. അവിടെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ലോക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പുകളിലെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ആയുർവേദ കടകളിൽ കൊടുക്കാൻ പറ്റും. അതായത് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വിൽക്കുന്ന കടകളുണ്ട്, അവിടെയും ഇത് വിറ്റ് പോകുന്ന പ്രോഡക്റ്റ് ആണ്. ഇനി ഇതിന്റെ ലാഭം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ചെറിയൊരു ഐഡിയ ആണ്. ഏകദേശം 1 കിലോ ഈ ഫ്ലവേർഡ് ടീ പൗഡർ ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് 250-നും 500-നും ഇടയ്ക്ക് കോസ്റ്റ് ആകും. അതായത് ഒരു 400 രൂപ കോസ്റ്റ് എന്ന് പിടിക്കുക. ഹോൾസെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ ഇത് 800 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. റീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ 1200 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 1 കിലോയുടെ കാര്യമാണ് പറയുന്നത്. എങ്ങനെ പോയാലും 100% മുതൽ 200% വരെ പ്രോഫിറ്റ് മേടിക്കാവുന്ന പ്രോഡക്റ്റ് ആണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആകണമെന്നില്ല. നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.